Hello everyone. In this video I will discuss about relational model. So നമ്മൾ already record based models ആണ് പറഞ്ഞുകൊടുക്കുന്നത്. അപ്പോൾ there are three models: hierarchical, network and relational. I have already discussed these two models and in this video I will discuss about what is a relational model. അപ്പോൾ ആദ്യം ഡെവലപ്പ് ചെയ്ത മോഡലാണ് hierarchical, അതിനുശേഷമാണ് network model ഡെവലപ്പ് ചെയ്തത് and after that relational model was developed. And relational model was introduced by E.F. Codd in the year 1970. അപ്പോൾ 1970ലാണ് റിലേഷണൽ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ E.F. Codd എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലർ മോഡൽ, ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ്. ആൻഡ് ഇറ്റ് ഈസ് മോർ സയൻറ്റിഫിക് മോഡൽ ദാൻ അതേഴ്സ്. So it became available in the early 1980s. അപ്പോൾ early 1980sലാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഡാറ്റാബേസ് ഈ ഒരു റിലേഷണൽ മോഡൽ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദാറ്റ് എക്സാമ്പിൾസ് ഓഫ് സച്ച് ഡാറ്റാബേസ് വെർ ഒറാക്കിൾ, DBMS ആൻഡ് SQL. അപ്പോൾ ഈ ഒരു റിലേഷണൽ മോഡൽ വെച്ചിട്ട് ഫസ്റ്റ് ഡാറ്റാബേസ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയത് 1980sലാണ്. ആൻഡ് ദ എക്സാമ്പിൾസ് വാസ് ഒറാക്കിൾ, DBMS ആൻഡ് SQL. സോ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് റിലേഷണൽ മോഡൽ. ആൻഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ റിലേഷണൽ മോഡൽ യൂസ് ചെയ്യുന്ന DBMSനെ നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് പോപ്പുലർലി കോൾഡ് ആസ് RDBMS. ഓക്കെ, സോ RDBMS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേഷണൽ DBMS ആണ്. ആൻഡ് ഇൻ ദിസ് റിലേഷണൽ മോഡൽ എന്ന് പറയുന്ന മോഡൽ കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് ടേബിൾസ്. അപ്പോൾ എന്താണ് റിലേഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ ടേബിൾസിൻ്റെ ഫോർമാറ്റിൽ ഡാറ്റനെ അറേഞ്ച് ചെയ്യുന്ന മോഡലാണ് റിലേഷണൽ മോഡൽ. ഓക്കെ, ആൻഡ് ദിസ് ടേബിൾസ് ആർ കോൾഡ് റിലേഷൻസ്. ഈ ടേബിൾസിന് നമ്മൾ എന്താ പറയുക? റിലേഷൻസ് എന്നാണ് പറയുക. ഈച്ച് ഇസ് അസൈൻഡ് യുണീക്ക് നെയിം. അപ്പോൾ ഓരോ ടേബിളിനും നമ്മൾ എന്ത് കൊടുക്കും? ഒരു യുണീക്ക് നെയിം കൊടുക്കും. ഓക്കെ, സോ റിലേഷണൽ മോഡൽ എന്ത് ചെയ്യും? അറേഞ്ച് ദ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ടേബിൾസ്. ഇനി ഈ ടേബിൾസിന് പറയുന്ന വേറൊരു പേരാണ് റിലേഷൻസ്. അതുകൊണ്ടാണ് ഇതിനെ റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, as you can see in this figure, ഇവിടെ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ്? ഒരു ടേബിൾ ഫോർമാറ്റിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ടേബിൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ ടേബിൾ എന്ന് പറയുന്നത്, ഈ ടേബിളിൻ്റെ പേരാണ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതാണ് ടേബിൾ നെയിം. അപ്പോൾ ഓരോ ടേബിൾസിനും ഒരു യുണീക്ക് നെയിം ഉണ്ടാവും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈച്ച് ടേബിൾ വിൽ ഹാവ് എ യുണീക്ക് നെയിം. അപ്പോൾ ഈ ടേബിളിൻ്റെ പേര് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫസ്റ്റ് ഹെഡർ. ഈ ഒരു ഹെഡറിനെയാണ് നമ്മൾ എന്ത് പറയുക? ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ടേബിൾ എന്ന് പറയുക, ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓരോ ടേബിളിൻ്റെയും അല്ലെങ്കിൽ ഓരോ റിലേഷൻസിനുള്ള ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ഈസ് ഹാവിങ് എ സ്റ്റുഡൻറ്റ് ID, SID, സ്റ്റുഡൻറ്റ് നെയിം, SName, SAge, സ്റ്റുഡൻറ്റ് ഏജ്, സ്റ്റുഡൻറ്റ് ക്ലാസ് ആൻഡ് S സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ 1 2 3 4 5 6 ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ആട്രിബ്യൂട്ട്സ്. ഇനി ഇതിനെ നമ്മൾ താഴെയായിട്ട് ഫസ്റ്റ് റോ നമ്മൾ ഹെഡർ ആണ് കൊടുക്കുന്നത്. ആ ഹെഡേഴ്സിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ആട്രിബ്യൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് എൻ്റർ ചെയ്യും. ഫസ്റ്റ് ആളാണ് 1101 ഉള്ള അലക്സ്, ഹീസ് ഏജ് 14, ക്ലാസ് 9, സെക്ഷൻ A. അങ്ങനെ താഴേക്ക് നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് ആഡ് ചെയ്യും. ഇനി ഇങ്ങനെ ആഡ് ചെയ്ത ഒരു എൻറ്റയർ റോ, വൺ കംപ്ലീറ്റ് റോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടപ്പിൾ എന്ന് പറയുന്നത്. സോ വൺ കംപ്ലീറ്റ് റോ ഇൻ എ ഡാറ്റാബേസ് ഈസ് കോൾഡ് എ ടപ്പിൾ. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നതിനാണ് റിലേഷണൽ മോഡൽ എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ടേബിൾ ഫോർമാറ്റിൽ ഡാറ്റ അറേഞ്ച് ചെയ്യുന്ന മോഡലിനെയാണ് റിലേഷണൽ മോഡൽ എന്ന് പറയുക. ഇനി ഈ ടേബിൾസ് ആർ ഓൾസോ കോൾഡ് റിലേഷൻസ്. ഓക്കെ, so in this relational model, a row in a table represents a relationships among set of values and is called a tuple. അപ്പോൾ ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റോ. ഈ ഒരു കംപ്ലീറ്റ് റോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് റോ എടുത്തു കഴിഞ്ഞാലും റിലേഷൻഷിപ്സ് അമോങ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഒരുപാട് വാല്യൂസ് തമ്മിലൊരു റിലേഷനാണ് ഒരു റോ. അല്ലെങ്കിൽ നമ്മളൊരു ടേബിൾ വരച്ച് അതിൽ ഒരു റോ എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്? ഒരാളുടെ ഫുള്ള് ഡാറ്റയാണ് അല്ലേ? ബോബ് എന്ന് പറയുന്ന ആളുടെ ഫുൾ ഡാറ്റയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ റോയിൽ അടങ്ങിയിരിക്കുന്നത് ബോബിൻ്റെ ഫുൾ ഡാറ്റയാണ്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് റിലേഷൻഷിപ്സ് എമോങ് വാരിയസ് എലമെൻറ്റ്സ്. അതായത് ഇതും തമ്മിലുള്ള വാരിയസ് റിലേഷൻഷിപ്സ് ആണ് ഈ ഒരു ടേബിള് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. എ കോളം ഹെഡർ ഇസ് കോൾഡ് ആൻ ആട്രിബ്യൂട്ട്.
ആസ് യു ക്യാൻ സീ ഹിയർ ഇവിടെ ഒരുപാട് കോളംസ് ഉണ്ട്. ഈ കോളം ഹെഡേഴ്സിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ കോളം ഹെഡേഴ്സ് ആർ കോൾഡ്, ദീസ് ഹെഡേഴ്സ് ഉണ്ടല്ലോ, ഈ ഹെഡേഴ്സിനെയാണ് എന്ത് പറയുക, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഈച്ച് കോളം ഇൻ എ റിലേഷൻ കണ്ടെയ്ൻസ് വാല്യൂസ് ഫ്രം ദ സെയിം ഡൊമെയിൻ. അപ്പോൾ ഓരോ കോളത്തിലും വാല്യൂസ് ഫ്രം ദ സെയിം ഡൊമെയിൻ ആയിരിക്കും. അതായത് ഈ ഒരു കോളം ഉണ്ടല്ലോ, ഏജ് എന്ന് പറയുന്ന കോളം നോക്കിക്കഴിഞ്ഞാൽ ഈ കോളത്തിലുള്ള വാല്യൂസ് ഒക്കെ ഒരേ ഡൊമെയിനിൽ ഉള്ള വാല്യൂസ് ആയിരിക്കും. എന്താണ് ഒരേ ഡൊമെയിനിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ഇതിനൊക്കെ ഒരു സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് വാല്യൂസ് ഉണ്ട് അല്ലേ. ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇതിൽ നമുക്ക് ഏജ് എന്ന് പറഞ്ഞിട്ട് എ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിനൊരു പ്രീ ഡിഫൈൻഡ് റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്. ആ റേഞ്ച് ഓഫ് വാല്യൂസിനെയാണ് ഡൊമെയിൻ എന്ന് പറയുക. അപ്പം വേറൊരു പ്രോപ്പർട്ടിയാണ് ഓരോ കോളമും എന്തായിരിക്കണം, ഈ ഒരു ഡൊമെയിൻ ഓഫ് വാല്യൂസിൻ്റെ ഉള്ളിലായിരിക്കണം. എസ് ക്ലാസ്, സ്റ്റുഡൻറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ 1 മുതൽ 10 വരെ അല്ലെങ്കിൽ 1 മുതൽ 12 വരെയുള്ള വാല്യൂ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഡൊമെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുക ഓരോ കോളത്തിലുള്ള വാല്യൂസ് എന്ന് പറയുന്ന ആ ഡൊമെയിനിലുള്ള വാല്യൂസ് ആയിരിക്കണം. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി വാല്യൂസ് ഇൻ ദ സെയിം ഡൊമെയിൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം വാട്ട് ഈസ് റിലേഷൻസ്. നമ്മൾ മാത്സിൽ റിലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ റിലേഷണൽ മോഡൽ എന്ന് പറയുന്ന ഒരു നെയിം നമുക്ക് കിട്ടിയത്. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. അപ്പോൾ ഇത് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണ്, സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? ഒരു എക്സാമ്പിൾ വെറുതെ തന്നാണ്. എ എന്ന് പറയുന്ന സെറ്റിൽ സെറ്റ് 1 2, ബി എന്ന് പറയുന്ന സെറ്റിൽ 3 4 5, ഇങ്ങനെ 2 സെറ്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് എ ക്രോസ് ബി? ആദ്യം 1 3 1 3, പിന്നെ 1 4, പിന്നെ 1 5, പിന്നെ 2 3 2 3 2 4 2 5. ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു സെറ്റിൽ 2 എലമെൻസും ഇവിടെ 3 എലമെൻസും ഉണ്ടെങ്കിൽ മൊത്തം 6 എലമെൻസ് ആയിരിക്കും എന്തിലുണ്ടാവുക, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഉണ്ടാവുക. 1 2 3 4 5 6. അപ്പോൾ ഇതാണ് റിലേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഈ ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റ് ആണെന്ത് റിലേഷൻ. അപ്പോൾ ഈ ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ മാത്രമേ എന്തിലുണ്ടാവുള്ളൂ, റിലേഷൻസിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതൊന്നിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, മാത്തമാറ്റിക്കൽ ടോപ്പിക്കാണ്. എന്ത് തന്നെയായാലും റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, in order to say that a table is a relation, it should satisfy the following condition. അതായത് ഒരു ടേബിൾ റിലേഷൻ ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഫോളോയിങ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ നോർമലി ഒരു ടേബിൾ വരക്കുന്ന ടേബിൾ അല്ലേ, ആ ടേബിൾ ഒരു റിലേഷൻ ആണ് അല്ലെങ്കിൽ റിലേഷണൽ മോഡലാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ടേബിളിന് റിലേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഒരു ടേബിൾ, ഒരു നോർമൽ ടേബിൾ റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ആ കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ, ഈച്ച് കോളം മസ്റ്റ് ബി ഹോമോജീനിയസ്. ഈച്ച് കോളം മസ്റ്റ് ബി ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആവണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓരോ കോളം, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഈ ഓരോ കോളത്തിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. ആ ഡൊമൈനിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതാണെന്ത്, ഈച്ച് കോളം മസ്റ്റ് ബി ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ദ ഡൊമൈൻസ് ഓഫ് ഓൾ കോളംസ് മസ്റ്റ് ബി ആറ്റോമിക്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഈച്ച് കോളം മസ്റ്റ് ബി ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഒരേപോലത്തെ വാല്യൂസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നാണ്. ഓക്കെ, ഒരേപോലത്തെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന വാല്യൂ പറ്റൂല, അല്ലെങ്കിൽ ഇതിൽ കൊണ്ടാച്ച ഒരാളെ പേര് കൊടുക്കാൻ പറ്റൂല. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഹോമോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് മൊത്തം ഒരേപോലെയുള്ള വാല്യൂസ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് ഡൊമൈൻ ഓഫ് ദ കോളം മസ്റ്റ് ബി ആറ്റോമിക്. ഡൊമൈൻസ് ഓഫ് ദ കോളം മസ്റ്റ് ബി ആറ്റോമിക്. അതായത് കോളത്തിലുള്ള വാല്യൂസിൻ്റെ ഡൊമൈൻ ഒക്കെ ആറ്റോമിക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആറ്റോമിക് മീൻസ് ഇറ്റ് ഷുഡ് ബി ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ അത് ഇനി എന്ത് ചെയ്യാൻ പറ്റരുത്, ഡിവിസിബിൾ ആവരുത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ കോളത്തിൽ ഇപ്പോൾ എസ് നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോന്നിലുള്ള വാല്യൂസ് എന്തായിരിക്കണം, അലക്സ്, മറിയ, മായ, ഇതൊക്കെ എന്തായിരിക്കണം, ആറ്റോമിക് ആയിരിക്കണം. ഓക്കെ, ആറ്റോമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻഡിവിസിബിൾ. എന്തായിരിക്കും ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ
അതിനെ ഫർദർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റരുത്, ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കണം ഓരോ കോളത്തിലും നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ എല്ലാം എന്താണ്, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റോമിക് വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അതേ സമയത്ത് ആറ്റോമിക് അല്ലാത്ത സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന സംഭവം ആറ്റോമിക് ആണ് അല്ലേ, സ്റ്റുഡൻറ്റ് നെയിമിനെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അഡ്രസ് എന്ന് പറയുന്ന സംഭവം എന്തല്ല, ആറ്റോമിക് അല്ല, ഇറ്റ് ഈസ് വാട്ട്, നോൺ ആറ്റോമിക്. അതെന്താണ്, നോൺ ആറ്റോമിക് ആണ്. വൈ, ഇറ്റ് ഹാസ് സബ് പാർട്സ് ലൈക്ക് ഹൗസ് നെയിം, പോസ്റ്റ്, പിൻ എക്സെട്ര അല്ലേ. ഹൗസ് നെയിം, അഡ്രസ് എന്ന് പറയുന്ന കമ്പോണൻറ്റിന് സബ് പാർട്ടുകളുണ്ട്, ഹൗസ് നെയിം, പോസ്റ്റ്, പിന്ന് അല്ലേ. അപ്പോൾ ആ രീതിയിൽ സബ്ബായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ എന്തല്ല, ആറ്റോമിക് അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ് എന്ന് പറയുന്ന സംഭവം ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഹൗസ് നെയിം, പോസ്റ്റ്, പിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു ഹൗസ് നെയിം കൊടുത്ത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഹൗസ് നെയിം കൊടുത്ത്, ഇവിടെ ഒരു പോസ്റ്റ് കൊടുത്ത്, ഇവിടെ പിന്ന് കൊടുത്ത്, അപ്പോൾ ആ രീതിയിൽ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് ആറ്റോമിക് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കോളത്തിലും എന്ത് മാത്രമേ പറ്റുള്ളൂ, ആറ്റോമിക് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ആറ്റോമിക് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി വാല്യൂ ഷുഡ് ബി ഇൻഡിവിസിബിൾ. അതിനെ എനി ഫർദർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത വാല്യൂസിനെയാണ് ആറ്റോമിക് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം എന്താണ്, ആറ്റോമിക് ആണ്. അതേസമയത്ത് നെയിം ശരിക്കും പറഞ്ഞാൽ ആറ്റോമിക് അല്ല നമുക്ക് പറയാൻ പറ്റില്ല. നെയിമിന് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞ്, മിഡിൽ നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് ഇതെന്തല്ല, നോൺ ആറ്റോമിക് ആണ്. ഇതെന്താണ്, നോൺ ആറ്റോമിക് ആണ്. അല്ലാത്ത നോർമലി ഇതുപോലെയുള്ള നെയിമുകൾ എന്താണ്, ആറ്റോമിക് ആണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ്, ഓൾ റോസ് ഓഫ് ദ ടേബിൾ ആർ ഡിസ്റ്റിങ്ക്റ്റ്. എല്ലാ റോസും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആണ് മീൻസ് ഓരോന്നും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഒറ്റ റോവും വേറൊരു റോനോട് ഈക്വൽ ആയിട്ട് കാണാൻ പറ്റില്ല. there is no row that is equal to another row. ഇതിനെയാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുക. ഈ റോ നോക്കിക്കഴിഞ്ഞാലും എല്ലാ റോസും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മീൻ ബൈ ഓൾ റോസ് ഓഫ് ദ ടേബിൾ ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഇനി അടുത്തതാണ്, ഓർഡറിങ് ഓഫ് റോസ് വിത്തിൻ ദ ടേബിൾ ഈസ് ഇമ്മെറ്റീരിയൽ. അതായത് ഈ റോസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള റോസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ഇമ്മെറ്റീരിയൽ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ പ്രശ്നമല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓർഡർ ഡസൻറ്റ് മാറ്റർ. ഇമ്മെറ്റീരിയൽ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഓർഡറിങ് ഓഫ് റോസ് വിത്തിൻ എ ടേബിൾ, അതായത് ഈ ഒരു റോ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ കൊടുക്കുക. ഇവിടെ ഇതാണ് ഫസ്റ്റ് വരുന്നത്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഇതിനെ മേലെയാക്കിയിട്ട് ഇതിനെന്ത് ചെയ്യുക, താഴെയാക്കാം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ഇനി അടുത്തതാണ്, കോളംസ് ഓഫ് എ ടേബിൾ ആർ അസൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് നെയിംസ് ആൻഡ് ഓർഡറിങ് ഓഫ് ദീസ് കോളംസ് ഈസ് ഓൾസോ ഇമ്മെറ്റീരിയൽ. അതായത് കോളംസ് ഓഫ് ദ ടേബിൾ ആർ അസൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് നെയിം. അതായത് ഓരോ കോളത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് നെയിംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ കോളത്തിൻ്റെ പേരെന്താണ്, SID. ഈ കോളത്തിൻ്റെ പേരെന്താണ്, S നെയിം. ഈ കോളത്തിൻ്റെ പേരെന്താണ്, SH. അപ്പോൾ ഓരോ കോളത്തിൻ്റെ പേരും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ കോളം നെയിംസ് ഉള്ള വേറൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഓരോ കോളം നെയിംസ് എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓർഡർ എന്താണ്, ഇമ്മെറ്റീരിയൽ ആണ്. ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെയാണ് ഫസ്റ്റാണ് ഞാൻ SID കൊടുത്തത്, അതിന് ശേഷമാണ് എന്തുള്ളത്, S നെയിം എന്ന് പറയുന്ന കോളം ഉള്ളത്. അപ്പോൾ ഇത് ഈ ഓർഡറിൽ തന്നെ വരണമെന്നില്ല. ഇത് വേണമെങ്കിൽ S നെയിമിനെ ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, SID കൊടുക്കാം. അപ്പോൾ ദ ഓർഡർ ഓഫ് കോളം ഈസ് ഓൾസോ ഇമ്മെറ്റീരിയൽ. അപ്പോൾ പറഞ്ഞു വന്നത്, റോസിൻ്റെ ഓർഡറും കോളത്തിൻ്റെ ഓർഡറും എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഇൻ ദ കേസ് ഓഫ് റിലേഷൻസ്. അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ടേബിൾ റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇനി വേറൊരു കാര്യമാണ്, ഇഫ് എ ടേബിൾ ഹാസ് n കോളംസ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഓഫ് ഡിഗ്രി n. അപ്പോൾ ഒരു ടേബിളിന് n കോളംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് പറയുന്നത്, n ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേബിളിൻ്റെ നമ്പർ ഓഫ് കോളംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രി ഓഫ് ദാറ്റ് കോളം ഓഫ് ദാറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കോളംസ് ഉണ്ട്, 1 2 3 4 5 5 കോളംസ് ഉണ്ട്. സോ ഡിഗ്രി ഓഫ് ദിസ് കോളം ഓഫ് ദിസ് ടേബിൾ ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ടേബിൾ ഇസ് കോൾഡ് ഡിഗ്രി ഓഫ് ദാറ്റ് ടേബിൾ. ഓക്കെ, സോ ഈ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ ടേബിൾ ഈസ് എ റിലേഷൻ. അപ്പോൾ നമ്മൾ വരച്ച ടേബിൾ ഒരു റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. Okay, so
Now I have to discuss the advantages of relational model. First one is structural independence. അപ്പോൾ നേരത്തെ ഒക്കെ structural independence ഇല്ല എന്നാണ് പറഞ്ഞത്. നെറ്റ്വർക്ക് മോഡൽ ആയാലും ഹൈറാർക്കിക്കൽ മോഡൽ ആയാലും ഇതിനൊന്നും എന്തില്ല, സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് ഇല്ല, ലാക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്തുണ്ട്, സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് മെയ്ഡ് ടു ദ ഡാറ്റാബേസ് ഡസ് നോട്ട് അഫക്ട് ദ DBMS കേപ്പബിലിറ്റി ടു ആക്സസ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, DBMSന് എന്ത് ചെയ്യാം, അതുവരെ ആക്സസ് ചെയ്ത പോലെ തന്നെ DBMSന് എന്ത് ചെയ്യാം, ഡാറ്റ ആക്സസ് ചെയ്യാം. സോ വി ക്യാൻ സേ ദാറ്റ് ഹിയർ ദർ ഇസ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അനദർ വൺ ഈസ് ലൈക്ക് വൈസ് സിമ്പിൾ ആണ്, ഇറ്റ് ഈസ് ഓൾസോ സിമ്പിൾ. അപ്പോൾ it allows the designer, simple ആയതുകൊണ്ട് തന്നെ it allows the designer to concentrate on logical view of the database leaving physical storage details. അപ്പോൾ physical storage detailsന് ഒഴിവ് വിട്ടിട്ട് ലോജിക്കൽ ഡിസൈനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാറ്റാബേസ് ഡിസൈനറിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇസ് ഈസ് ഓഫ് ഡിസൈനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് യൂസേജ്. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് എന്താണ്, ഈസി ടു ഡിസൈൻ ആണ്, ഇംപ്ലിമെൻ്റ് ആണ്, മെയിൻറ്റെയിൻ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാനൊക്കെ എന്താണ് RDBMS അല്ലെങ്കിൽ റിലേഷണൽ DBMS എന്താണ്, സുഖമാണ് അല്ലെങ്കിൽ ഈസിയാണ്. ഇതെന്തുകൊണ്ടാണ് ഈസി ആയത്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ്, സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇത് സെയിം. So it is easier due to data independence as well as structural independence. അതുകൊണ്ടാണ് ഇതൊക്കെ ഈ ഡിസൈനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും മെയിൻ്റെനൻസും ഒക്കെ ഈസി ആയത്. ഇനി എന്താണ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ്, അതായത് നമ്മൾ ഡാറ്റാബേസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നില്ല, DBMSന് അതുവരെ ആക്സസ് ചെയ്ത പോലെ തന്നെ ഡാറ്റ ആക്സസ് ചെയ്യാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. സോ ദർ ഇസ് നോ നീഡ് ടു ചേഞ്ച് ദ അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇഫ് ഡാറ്റാബേസസ് ചേഞ്ച്ഡ്, അല്ലെങ്കിൽ ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്തേണ്ട എന്നുള്ളതാണ്. ഓക്കെ, സോ അഡ്ഹോക്ക് ക്വറി കേപ്പബിലിറ്റി. അപ്പോൾ ഇവിടെ എന്താണ് ക്വറി എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ക്വറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ടു ആക്സസ് ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ എന്ത് പറയുക ക്വറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ ക്വറി കേപ്പബിലിറ്റി ഉണ്ട് ഇൻ ദ കേസ് ഓഫ് RDBMS. റിലേഷണൽ ഡാറ്റാബേസിൽ എന്തുണ്ട്, നല്ല ക്വറി കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് ഫോർ ക്വറി ഇറ്റ് യൂസസ് വാട്ട്, SQL എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് ക്വറിക്ക് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത്. SQL is used for query and SQL is a fourth generation language. That means 4GL എന്ന് പറയുന്നത് എന്താണ്, യൂസറുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ലാംഗ്വേജ് ആണ്. തേർഡ് ജനറേഷൻ ലാംഗ്വേജ്, ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്, സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ യൂസറിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. ആൻഡ് ദാറ്റ് ലാംഗ്വേജ് is called query language. എന്തുകൊണ്ടാണ് ഇതിനെ query language എന്ന് പറയാൻ കാരണം, because it access the database. ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ query language എന്ന് പറയുന്നത്. SQL is a query language for relational database management system. Relational database management systemത്തിന്റെ RDBMSന്റെ ക്വറി ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, SQL ആണ്. SQL വളരെ പവർഫുൾ ആണ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് മൊഡ്യൂൾ യു വിൽ ബി ലേണിംഗ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് SQL. ഓക്കെ, സോ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിലേഷണൽ മോഡൽ? ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ ഓവർഹെഡ്, അതായത് ഇറ്റ് നീഡ്സ് കമ്പാരറ്റീവ്ലി പവർഫുൾ ഹാർഡ്വെയർ ആസ് ഇറ്റ് ഹൈഡ്സ് ഇംപ്ലിമെൻറ്റേഷൻ കോംപ്ലക്സിറ്റീസ് ആൻഡ് ഫിസിക്കൽ സ്റ്റോറേജ് ഡീറ്റെയിൽസ് ഫ്രം ദ യൂസർ. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഹാർഡ്വെയർ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അത് RDBMSന് കുറച്ച് കമ്പാരറ്റീവ്ലി പവർഫുൾ ആയിട്ടുള്ള ഹാർഡ്വെയർ വേണം. ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഔട്ടർ യൂസറിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പവർഫുൾ ഹാർഡ്വെയർ ആവശ്യം വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യാന്നൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് വാച്ച് മൈ പ്രീവിയസ് വീഡിയോ. അതിലാണ് ഞാൻ പറയുന്നത് എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ്, എന്തിനാണ് അത് ഹൈഡ് ചെയ്യുന്നത്. അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റ അബ്സ്ട്രാക്ഷനിലേക്ക് ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് ഈസ് ഓഫ് ഡിസൈൻ ക്യാൻ റിസൾട്ട് ഇൻ ബാഡ് ഡിസൈൻ. അതായത് എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു അനുഭവമാണ് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരും. ലൈക്ക്
അപ്പോൾ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ദർ ഈസ് എ സിറ്റുവേഷൻ ഓഫ് ബാഡ് ഡിസൈൻ, ബാഡ് ആയിട്ട് അത് ഡിസൈൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ദാറ്റ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജ്. അതായത് DBMS RDBMS എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അഡ്വാൻറ്റേജിൽ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ഈസി ടു ഡിസൈൻ ആൻഡ് ദിസ് ഈസി ടു ഡിസൈൻ മെൻ സംടൈംസ് റിസൾട്ട് ഇൻ വാട്ട് ബാഡ് ഡിസൈൻ. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് RDBMS. ഇനി ഇതിലൊരു ടോപ്പിക്കും കൂടെ പറയാനുണ്ട്, അതാണ് നോർമലൈസേഷൻ. നോർമലൈസേഷൻ ഞാൻ DBMSന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്നല്ല പറയുന്നത്, നോർമലൈസേഷൻ വേറൊരു ടോപ്പിക്കാണ്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് റിലേഷൻസ് ക്യാൻ ബി നോർമലൈസ്ഡ്. റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ടേബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, നോർമലൈസ് ചെയ്യാം. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ ഫോം വേർ ദർ ഇസ് ലെസ് ഓർ നോ റിഡൻഡൻസി. അപ്പോൾ ഒരു ടേബിളിനെ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ടേബിളിനെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക വേർ ദർ ഇസ് ലെസ് ഓർ നോ റിഡൻഡൻസി. റിഡൻഡൻസി ഇല്ലാത്തതോ അല്ലെങ്കിൽ ലെസ് റിഡൻഡൻസി ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. Okay, so in normalized relations, values saved are atomic. അപ്പോൾ എങ്ങനെയാണ് ഈ നോർമലൈസേഷൻ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോർമലൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്? ബൈ സേവിങ് വാല്യൂസ് ആസ് ആറ്റോമിക് വാല്യൂസ്. ആറ്റോമിക് വാല്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇറ്റ് കാനോട്ട് ബി ഡിവൈഡഡ് ഫർദർ. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്, ഇവിടെ കോഴ്സ് എന്ന് പറയുന്ന ഇതുണ്ട്, കോഴ്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്, കണ്ടന്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. പ്രോഗ്രാമിംഗ് കോഴ്സിൽ 2 കോഴ്സ് ഉണ്ട്, ജാവയും C++ ഉണ്ട്, വെബ് HTML PHP ASP. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന കേസിൽ എന്താ ചെയ്യുക, ഇത് ആറ്റോമിക് ആണ്. ജാവ C++ 2 ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ HTML PHP ASP ഇത് 3 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് ചെയ്യുക, DBMS does this. പ്രോഗ്രാമിംഗ് ജാവ, പ്രോഗ്രാമിംഗ് C++, വെബ് HTML, വെബ് PHP, വെബ് ASP. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൈ സേവിങ് എങ്ങനെയാണ് നോർമലൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്, ആറ്റോമിക് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ജാവ C++ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് അല്ല, ഇത് ഡിവിസിബിൾ ആണ്, ഇറ്റ് ഈസ് നോൺ ആറ്റോമിക്. സോ വി വിൽ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ജാവ സെപ്പറേറ്റ്, C++ സെപ്പറേറ്റ്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.